കല്യാണം കഴിഞ്ഞിട്ട് അധികം വർഷങ്ങളായിട്ടില്ലാത്ത ഒരു കപ്പിൾ who are in their late 20s. ഹസ്ബൻഡ് ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ വൈഫ് ആണെങ്കിൽ കല്യാണത്തിന് മുമ്പ് കുറച്ച് റോങ് ഫിനാൻഷ്യൽ ഡെസിഷൻസ് ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം ലോൺസും ക്രെഡിറ്റ് കാർഡ് ബിൽസും ഒക്കെ പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. കല്യാണത്തിന് മുമ്പ് വൈഫിന്റെ ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയാവുന്ന ഹസ്ബൻഡ് അതത്ര കാര്യമാക്കിയിരുന്നില്ല. ബട്ട് കല്യാണം കഴിഞ്ഞ് ആസ് എ ഫാമിലി ഒരുമിച്ച് ഫിനാൻഷ്യൽ പ്ലാൻസ് ചെയ്യുമ്പോൾ വൈഫിന്റെ ലോൺസ്, ക്രെഡിറ്റ് കാർഡ് ബിൽസ് ഇതിനൊക്കെ വേണ്ടി തന്നെ ഒരു വലിയ ശതമാനം കാശ് മാറ്റി വെക്കേണ്ടി വരുന്നു. ഇതത്ര പിടിച്ചിട്ടില്ലാത്ത ഹസ്ബൻഡ് പാരന്റ്സ്, ഇൻലോസ്, മറ്റ് റിലേറ്റീവ്സിന്റെ മുന്നിലൊക്കെ വൈഫിനെ കുറിച്ച് തമാശ രീതിയിലൊക്കെ കുത്തിക്കാണിക്കാനായിട്ട് തുടങ്ങുന്നു. അത് മാത്രമല്ല ഫ്രണ്ട്സ് ഗ്യാദറിംഗിൽ കൂടി ഇങ്ങനെയുള്ള കുത്തിക്കാണിക്കൽ തമാശ അടി കോമൺ ആവാനായിട്ട് തുടങ്ങി. ലൈക്ക് ഇവള് കല്യാണത്തിന് മുമ്പ് അവിടെ ഇവിടെയൊക്കെ ട്രിപ്പ് പോയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല, അതൊക്കെ തീർന്നാലേ ഞങ്ങൾക്ക് വല്ല ട്രിപ്പിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവള് അതിലും ഇതിനൊക്കെ ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി ഒരു ടെന്റ് വാങ്ങിക്കാൻ കൂടി കാശ് തരില്ല, അപ്പോഴല്ലേ ഒരു വീട് വാങ്ങിക്കൽ പ്ലാനൊക്കെ. ഇങ്ങനെ തങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് താൻ ഉത്തരവാദിയല്ല, എല്ലാം തന്റെ വൈഫ് കാരണമാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ച് അവരുടെ മുന്നിൽ നല്ല പിള്ള ചമയുന്ന ഹസ്ബൻഡിന്റെ ഈ ഒരു ബിഹേവിയർ ശരിയാണ്. എന്തൊക്കെയാണെങ്കിലും എന്റെ സൈഡ് തന്നെയാണ് തെറ്റ്. ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. എന്നിരുന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ എംബാരസ് ചെയ്യിപ്പിക്കുന്ന കമന്റ്സ് ഒക്കെ കേട്ട്, അത് മാത്രമല്ല ഒരു കപ്പിൾസിന്റെ ഇടയിൽ മാത്രം ഇരിക്കേണ്ട കുറെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റും ഇല്ലാതെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നത് ആ പോട്ടെ എന്ന് സഹിച്ച് വൈഫ് ജീവിക്കുന്നത് ശരിയാണോ? ലെറ്റ്സ് തിങ്ക്. ഹായ് എവരിവൺ, ദിസ് ഈസ് അന്നപൂർണി ആൻഡ് വെൽക്കം ടു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ സീരീസ് ലവ് മാരത്തോൺ. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ലൈഫ് ലോങ് ഒരു സസ്റ്റൈനബിൾ ആൻഡ് ഗ്രേറ്റ് റിലേഷൻഷിപ്പിലൂടെ ഒപ്പം ഒരുമിച്ച് ബഹുദൂരം സഞ്ചരിക്കാൻ വാച്ച് ദിസ് ലവ് മാരത്തോൺ സീരീസ്. ഈ സീരീസിലെ ഓരോ എപ്പിസോഡും 13 തിങ്സ് മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് ഡു എന്ന ബുക്കിലെ ഓരോ ലെസൺസ് ആണ്. യങ് കപ്പിൾ മുതൽ പേരക്കുട്ടികളുള്ള കപ്പിൾസിന് വരെ അവരുടെ ഒരു ഓക്കെ റിലേഷൻഷിപ്പിനെ ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ആക്കി മാറ്റാനായിട്ട് ചെയ്യാൻ പാടില്ലാത്തതായ 13 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ സീരീസിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബാക്ക് ടു നമ്മുടെ സ്റ്റോറിയിലോട്ട് തന്നെ പോവാം. ഇവിടെ കപ്പിൾസ് രണ്ടുപേരും ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ്, അവർ അവർക്കിടയിലും അവരുടെ റിലേഷൻഷിപ്പിന് പുറത്തും ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്നില്ല. അതാണ് എപ്പിസോഡ് 2ന്റെ ലെസൺ. മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സെറ്റ് ബൗണ്ടറീസ്. യൂഷ്വലി ഒരു കപ്പിളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ റിലേഷൻഷിപ്പിന്റെ പുറത്തു നിന്നുള്ളവരിൽ നിന്നും ഇടപെടൽ ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ, കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ലേ എന്ന ചോദ്യവുമായി വരുന്ന പാരന്റ്സ്, ഇൻലോസ് ആൻഡ് റിലേറ്റീവ്സ്. ഇൻ കേസ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്യുന്നവരാണെങ്കിലും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയാനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ടും വരുന്ന ഫാമിലി, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇനി കുഞ്ഞുണ്ടായിട്ടാണെങ്കിലോ കുഞ്ഞിനെ ഇങ്ങനെ നോക്കണം അങ്ങനെ നോക്കണം എന്ന് അവരവരുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവർ. ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാൻസിനെ കുറിച്ച് തീർക്കുന്ന മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. ഇതുപോലെ ഔട്ട്സൈഡ് ദ റിലേഷൻഷിപ്പ് ആളുകളിൽ നിന്നും ഒരുപാട് ഇടപെടൽ ഉണ്ടായേക്കാം. ബട്ട് ഇതിനൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ ലൈഫിലെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ രണ്ടുപേരും കൂടി ചേർന്നാണ് ഡെസിഷൻ എടുക്കേണ്ടത്. അതിപ്പോ പാരന്റ്സ് ആൻഡ് ഇൻലോസിന്റെ അടുത്താണെങ്കിൽ പോലും ദേ ഡോണ്ട് ഹാവ് ടു ഷെയർ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ ദ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സെറ്റിംഗ് ബൗണ്ടറി അമംഗ് ദംസെൽവ്സ്. എത്ര ഇന്റിമേറ്റ് കപ്പിൾ ആണെങ്കിലും ചില കാര്യങ്ങളിൽ ഇഫ് ദേ ഫീൽ ലൈക്ക് ദേ നീഡ് സം പ്രൈവസി ഓർ പ്രൈവറ്റ് ടൈം, ആ ബൗണ്ടറി ക്ലിയർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒറ്റയ്ക്ക് ഒരു മീ ടൈം എടുക്കുന്നതോ തന്റെ ജോലി കാര്യങ്ങളിൽ പാർട്ട്ണർ ഇടപെടണ്ട എന്നുള്ള കാര്യങ്ങളോ ഒക്കെ. സി വാട്ട് എവർ ഇറ്റ് ഈസ്, കപ്പിൾസ് അവരുടെ റിലേഷൻഷിപ്പിൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് ആസ് എൻ ഇൻഡിവിജ്വൽ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റെസ്പെക്ട് കൂട്ടാനും റിലേഷൻഷിപ്പിൽ ഒരു ഇമോഷണൽ സേഫ്റ്റി കൊണ്ടുവരുവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നൗ ലെറ്റ്സ് സീ വൈ കപ്പിൾസ് ഹെസിറ്റേറ്റ് ടു സെറ്റ് ബൗണ്ടറീസ്. പല കാരണങ്ങളുണ്ടാവും. അതിൽ കുറച്ചാണ് പാർട്ട്ണറുടെ ഫീലിംഗ്സ് ഹേർട്ട് ആവാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. തന്റെ ഫീലിംഗ്സോ തന്റെ പാർട്ട്ണറുടെ ഫീലിംഗ്സോ ഹേർട്ട് ആയാലും സാരമില്ല, ബട്ട് എക്സ്റ്റൻഡഡ് ഫാമിലിയിലുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതും. ഓൾറെഡി എല്ലാം സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാണ് കുഞ്ഞുനാൾ മുതലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സോ അതൊക്കെ അങ്ങനെ ഫോളോ ചെയ്തു വരുന്നു എന്നിരിക്കുന്നവരും. തന്റെ പാർട്ട്ണർ ഒരു റിസർവ് ടൈപ്പ് ആണെങ്കിലും താൻ ഒരു ഓപ്പൺ ടൈപ്പ് ആണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുമായി എല്ലാ കാര്യങ്ങളും ഓപ്പണായി ഷെയർ ചെയ്യുന്നതും, തന്റെ സൈഡിൽ തെറ്റൊന്നുമില്ല എല്ലാം തന്റെ പാർട്ട്ണറുടെ ആണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നതും എല്ലാം കാരണങ്ങളാണ്. Now let's see how to build mental strength. Number 1, set boundaries within your relationship. As an individual, തനിക്ക് എത്ര പ്രൈവറ്റ് സ്പേസ് ഏതൊക്കെ കാര്യത്തിലാണ് വേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുവഴി നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു സ്പേസും റെസ്പെക്റ്റും ഒക്കെ തരുന്നതിന് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഇത് ഇൻഡിവിജ്വൽ ഗ്രോത്തിനും റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും ഒക്കെ നല്ലതാണ്. നമ്പർ 2, സെറ്റ് ബൗണ്ടറീസ് ഔട്ട്സൈഡ് ദ റിലേഷൻഷിപ്പ്. വിത്തിൻ യുവർ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഔട്ട്സൈഡ് യുവർ റിലേഷൻഷിപ്പ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ കാര്യങ്ങൾ അതും എത്രമാത്രം ഷെയർ ചെയ്താൽ ഓക്കെ ആണ് എന്ന് രണ്ടുപേരും തന്നെ ഡിസൈഡ് ചെയ്യുക. അതിപ്പോ പാരന്റ്സ്, ഇൻലോസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആരുമായിട്ടാണെങ്കിലും ക്ലിയർ ആയിട്ട് തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മൾ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ മറ്റുള്ളവർ ഇന്റർഫിയർ ചെയ്യുന്നതിന്റെ ലിമിറ്റും സെറ്റ് ചെയ്യേണ്ടതാണ്. ആ പോട്ടെ, എന്റെ പാരന്റ്സിനെ കുറിച്ച് എനിക്കറിയാം, അവരങ്ങനെയൊക്കെ പറയുള്ളൂ, നീ വിട്ടുകള എന്ന് പറഞ്ഞ് കേട്ടോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പാർട്ണറുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് അത്ര രസമായിരിക്കില്ല. നമ്പർ 3, അഡ്രസ് ബൗണ്ടറി വയലേഷൻസ്. ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്തു അത് പ്രാവർത്തികമാക്കി തുടങ്ങുമ്പോഴേക്കും ഇൻ കേസ് അത് ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ കണ്ടില്ല എന്ന് നടിക്കുന്നതിന് പകരം വേണ്ട രീതിയിലൊക്കെ അഡ്രസ് ചെയ്ത്
ഒന്ന് സോൾവ് ചെയ്യുക. Now let's see the troubleshooting and common traps. Number 1, confusing boundaries with controlling behavior. ഒരു ഹെൽത്തി ബൗണ്ടറിയിൽ സെൽഫ് റെസ്പെക്ട് ആണ് ഉണ്ടാകേണ്ടത്. അത് മറ്റേയാളെ കൺട്രോൾ ചെയ്യുന്നത് ആവരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് നിങ്ങളുടെ എക്സിന്റെ അടുത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മറിച്ച് നിങ്ങളോട് നിങ്ങൾ മറ്റു ഫാമിലി മെമ്പേഴ്സിനോടൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സൈൻ ഓഫ് അബ്യൂസ് ആൻഡ് കൺട്രോൾ ബിഹേവിയർ. നമ്പർ 2, സെറ്റിംഗ് ബൗണ്ടറീസ് വെൻ ഇമോഷൻസ് ആർ റണ്ണിംഗ് ഹൈ. നമ്മൾ ഇമോഷണലായി ഇരിക്കുന്ന സമയത്ത് എടുക്കുന്ന ഡെസിഷൻസും പറയുന്ന ഡയലോഗ്സും ഒന്നും ചിലപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നവേ ആവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സമയങ്ങളിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസിൽ വഴക്കായിട്ട് പിണങ്ങിയിരിക്കുന്ന സമയത്ത് ഞാനിനി എന്തൊക്കെയാണേലും നിന്റെ പാരന്റ്സിന്റെ വീട്ടിൽ പോകാനേ പോകുന്നില്ല എന്ന് പറയുന്നതും, ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാനേ പോകുന്നില്ല എന്ന് പറയുന്നതും ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ തമാശക്കാണെന്ന് വിചാരിച്ച് പാർട്ട്ണറുടെ കുക്കിങ്ങോ ഫ്രണ്ട്സോ ഫിനാൻഷ്യൽ കാര്യങ്ങളോ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ആർ യു ഗിവിംഗ് റെസ്പെക്ട് ടു യുവർ പാർട്ട്ണർ ഓർ ആർ യു വയലേറ്റിംഗ് എനി ബൗണ്ടറി? അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുമ്പോഴുമല്ല. ലവ് മാരത്തോന്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങളുടെ പാർട്ട്ണർ കൂടി കണ്ടാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് അവരുമായി ഒരുമിച്ചിരുന്ന് കാണുക. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള സ്നേഹം ഫെബ്രുവരി 14 എന്ന ഒരു ദിവസം ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് ഒരുമിച്ച് അതും ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ ഒരു ജീവിതകാലം മുഴുവൻ സഞ്ചരിക്കാനുള്ള ലവ് മാരത്തോൺ ആണ്. ഈ ലവ് മാരത്തോണിൽ ഹാപ്പി ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ട് ഒരുപാട് ദൂരം ഒരുമിച്ച് സഞ്ചരിക്കണമെങ്കിൽ ഈ സീരീസിലെ അടുത്തടുത്ത എപ്പിസോഡ്സ് ഒക്കെ മിസ്സാക്കാതെ കാണുക. അതുമാത്രമല്ല അതൊക്കെ ലൈഫിലും അപ്ലൈ ചെയ്യാം. ലവ് മാരത്തോണിന്റെ അടുത്ത എപ്പിസോഡ് നാളെ ഇതേ സമയം തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഒപ്പം ധാരാളം ബുക്സ് വായിക്കുക, ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.